തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ജയരാജ് വാര്യരെ കാണാതെ പോയാൽ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് ചെല്ലുമ്പോൾ നാട്ടുകാർ ചോദിക്കില്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കില്ലേ, നിങ്ങൾ പൂരത്തിന് പോയിട്ട് പൂരം കണ്ട കൂട്ടത്തിൽ വാര്യരെ കണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ മോശമാണ്. അപ്പം ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പിടിച്ച് ഒന്ന് ഫ്രീ ആയി കിട്ടണ്ടേ, വൻ തിരക്കാണ്, പൂരം പോലെ തിരക്കിലാണ്. അപ്പോൾ ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഘടകപൂരങ്ങളുടെ ഒരു സമയത്താണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഒരു സമയത്താണ് നമ്മളുടെ സംസാരം. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളിക്ക് ജയരാജ് വാര്യരുടേതായ ഭാഷയിലും ശബ്ദത്തിലും പൂരത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പൂരം എന്ന് പറയുന്നത് ആനപ്പൂരം എന്നാണ് എല്ലാവരും പറയുക. ആനയുണ്ട് ശരി തന്നെ, പക്ഷേ ഇത് ആൾപൂരം കൂടിയാണ്. അതായത് ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പൂരമാണ്. ഈ വടക്കുന്നാഥൻ്റെ ഈ തേക്കിൻകാടിൻ്റെ നടുക്ക് ഋഷഭക്കുന്നിൽ നിൽക്കുന്ന വടക്കുന്നാഥൻ്റെ അവിടേക്ക് ജനസഹസ്രങ്ങൾ കയറി വരികയാണ് ചെയ്യുന്നത്. പൂരം ഇറങ്ങിച്ചെല്ലല്ല, പൂരത്തിലേക്ക് കയറി വരികയാണ്, പൊട്ടിക്കയറാണ്. മതിൽക്കകത്ത് നടക്കുന്ന പൂരം എന്നാണ് പറയുക, മതിലകം എന്നാണ് പറയുക. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് 1796 ഏറ്റവും പുതിയതായി ഡിസൈൻ ചെയ്യപ്പെട്ട പൂരം ശക്തൻ തമ്പുരാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു 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 മൂന്നാം ദീർഘവീക്ഷണം എന്താ വെച്ചാൽ എവിടെ നിന്നാലും പൂരം കാണാം, ഒരു പ്രത്യേക സ്ഥലത്തല്ല. അതുകൊണ്ടാണ് ഈ ഘടക പൂരങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഓരോ ഭാഗത്തു നിന്നും ആളുകൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാണ് പൂരം. ഇപ്പോൾ രാവിലെ 7 മണിക്ക് കണിമംഗലം ശാസ്താവ് വന്ന് നട തുറക്കുമ്പോൾ രാവിലെ 7 മണിക്ക് ഇവിടെ എന്ത് ജനമായിരുന്നു. അത് കഴിഞ്ഞ് പടിഞ്ഞാറ ഗോപുരം വഴി ഇറങ്ങി. ഇപ്പോൾ അതേ വേറെ പൂരങ്ങൾ കയറി വരികയാണ്. കിഴക്കേ ഗോപുരം കടന്ന് ചെമ്പുക്കാവ് പനൂക്കമ്പള്ളി കയറി ഒരു പൂരം ഇവിടെ കലാശ മേളം തുടങ്ങി, കാരമുക്ക് കയറി, അങ്ങനെ 8 ഘടകപൂരങ്ങൾ കയറി വന്ന് ഈ പൂരത്തിന് തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഇവിടെ വരുന്നതിന് മുമ്പ് പൂരത്തിൻ്റെ ഒരു വലിയ താളത്തിൻ്റെയും കലയുടെ ഒരു അരങ്ങ് തീർക്കുകയാണ്. അരങ്ങ് തീർത്ത് കഴിയുമ്പോഴാണ് ആരവത്തോടു കൂടി തിരുവമ്പാടിയും പാറമേക്കാവും വരിക. ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഓരോ വർഷത്തെയും പൂരത്തിൻ്റെ പ്രത്യേകത ഓരോ കൊല്ലവും ആനച്ചമയങ്ങളും ആനയുടെ ആടയാഭരണങ്ങൾ എല്ലാം പുതിയതാണ്.